വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അനിത. മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ. അന്തിക്കാട് മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൂറുൽ ഹുദ മദ്രസ വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും നബിദിനാഘോഷം സംഘടിപ്പിച്ചു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. മദ്രസയിലെ കുട്ടികളും പൂർവ്വ വിദ്യാർത്ഥികളും ഒത്തുചേർന്ന സർഗവസന്തം ബുധനാഴ്ച അന്തിക്കാട്സ് ഹാളിൽ നടക്കും. നബിദിന റാലിക്ക് ആലപ്പുഴ മാന്നാറിലെ ക്ഷേത്രനടകളിൽ സ്വീകരണം. വൈകിട്ട് 4:30 മാന്നാർ പുത്തൻപള്ളിയിൽ നിന്നും ആരംഭിച്ച നബിദിന റാലിക്ക് മാന്നാർ തൃക്കുരുട്ടി മഹാദേവ ക്ഷേത്രനടയിലും ശ്രീകുരുട്ടിശ്ശേരിയിലമ്മ ഭഗവതി ക്ഷേത്രനടയിലും സ്വീകരണം നൽകി. വാദ്യമേളങ്ങളോടെ പൊന്നാടയും ബൊക്കയും നൽകിയായിരുന്നു സ്വീകരണം. മാനവിക സ്നേഹത്തിന്റെ മധുരം വിളമ്പി നബിദിന റാലിക്ക് അമ്പലമുറ്റത്ത് സ്വീകരണം നൽകി. മലപ്പുറം പുഴമ്പ്രം അണ്ടിത്തോട് ക്ഷേത്രാങ്കണത്തിലാണ് പതിവ് തെറ്റാതെ ഇത്തവണയും സ്വീകരണമൊരുക്കിയത്. നബിദിന റാലിയിൽ പങ്കെടുത്തവർക്ക് മധുരം നൽകിയും ശീതള പാനീയങ്ങൾ വിതരണം ചെയ്തുമായിരുന്നു ക്ഷേത്ര കമ്മിറ്റിയുടെ വരവേൽപ്പ്. അയ്യൻകാളിയുടെ 161ാമത് ജന്മജയന്തി സമുചിതമായി ആഘോഷിച്ച് കരുമാലൂർ പുലയ സമുദായ സഭ. ആഘോഷത്തിനോടനുബന്ധിച്ചുള്ള സാംസ്കാരിക സമ്മേളനം പുലയ സമുദായ സഭ കേന്ദ്ര കമ്മിറ്റി അംഗം ശിവൻ MA ഉദ്ഘാടനം ചെയ്തു. കാരമുക്ക് കൃപാസദനത്തിലെ അമ്മമാർക്കൊപ്പം ഓണം ആഘോഷിച്ച വോയിസ് ഓഫ് കാരമുക്ക് കൂട്ടായ്മ. 3ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി 3ാം ഓണനാളിൽ ഓണനിലാവ് സ്നേഹ കൂട്ടായ്മ അമ്മമാർക്ക് ഓണപ്പുടവ സമ്മാനിച്ചു. അന്തേവാസികൾക്കായി കലാപരിപാടികൾ അവതരിപ്പിച്ചും ഓണസദ്യയൊരുക്കിയും കൂട്ടായ്മ കാരുണ്യത്തിന്റെ മുഖമായി. ഇടുക്കി ഉടുമ്പൻചോല ആടുകിടന്താനിൽ വൻ കഞ്ചാവ് വേട്ട. 4.5 കിലോഗ്രാം ഉണക്ക കഞ്ചാവുമായി 3 പേർ നർക്കോട്ടിക് സ്ക്വാഡിന്റെ പിടിയിൽ. തമിഴ്നാട്ടുകാരായ പ്രതികൾ കൊലപാതകം, കഞ്ചാവ്, അടിപിടി, വാഹനമോഷണ കേസുകളിലെ പ്രതികൾ വലയിലായത് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ. നബിദിനാഘോഷവും ഭക്ഷണ വിതരണവും നടത്തി വളാഞ്ചേരി കൊട്ടാരം ചോലക്കൽ മതസൗഹാർദ്ദ കൂട്ടായ്മ. മദ്രസയിൽ നിന്ന് റാലിക്കായി വന്ന മുഴുവൻ കുട്ടികൾക്കും വിളമ്പിയത് കൂട്ടായ്മ സ്വയം നിർമ്മിച്ച ഭക്ഷണം. ജനശ്രദ്ധ പിടിച്ചുപറ്റി 6 വർഷമായി കൂട്ടായ്മ തുടരുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലം മുതൽ ഇരുമ്പുപാലം വരെയുള്ള പ്രദേശത്തെ അപകടകരമായ മരങ്ങൾ മുറിച്ചു നീക്കാത്തതിനെതിരെ ദേശീയപാത സംരക്ഷണ സമിതി രംഗത്ത്. മരങ്ങൾ മുറിച്ചു നീക്കാത്ത പക്ഷം ദേശീയപാത ഉപരോധമടക്കമുള്ള സമര പരിപാടികളിലേക്ക് കടക്കുമെന്ന് സമിതി ചെയർമാൻ PM ബേബി. മലപ്പുറം തോട്ടുമുക്കത്ത് നാടിനാവേശമായി വടംവലി മത്സരം. ഓണാഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച വടംവലിയിൽ ടൗൺ ടീം പള്ളിത്താഴെ വിജയികളായി. പരിപാടി സംഘടിപ്പിച്ചത് തോട്ടുമുക്കം സൗഹൃദ കൂട്ടായ്മയുടെയും വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ. കൊടുങ്ങല്ലൂരിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മത്സ്യത്തൊഴിലാളി മരിച്ചത് എടവിലങ്ങകാര സ്വദേശി ഇബ്രാഹിം കുട്ടി. അപകടം കഴിഞ്ഞ മെയ് 25-ന് കാര പുതിയ റോഡിൽ സ്കൂട്ടറിൽ ഓട്ടോറിക്ഷയിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ ഇബ്രാഹിം കുട്ടി 3 മാസത്തിലധികമായി ചികിത്സയിലായിരുന്നു. അഴീക്കൽ കുടുംബി മഹാജനസഭ മല്ലികാർജുൻ ക്ഷേത്രത്തിൽ ഗോപുര സമർപ്പണം. ക്ഷേത്രം തന്ത്രി പുലയന്നൂർ പ്രശാന്ത് നാരായണൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം കൊളുത്തി ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. സഭാ പ്രസിഡന്റ് PR അശോകൻ ഗോപുര സമർപ്പണം നടത്തി. സഭാ സെക്രട്ടറി VG സുജിത് ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. പാലക്കാട് കൊടുമുണ്ട കുഞ്ഞൻ നായർ സ്മാരക വായനശാലയുടെ പുതിയ കെട്ടിടവും ഉദ്ബുദ്ധ കേരളം വിജ്ഞാന കേന്ദ്രവും നാടിന് സമർപ്പിച്ചു. വിജ്ഞാന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കഥാകാരൻ T പത്മനാഭൻ നിർവഹിച്ചു. തുടർന്ന് അറങ്ങോട്ടുകര കലാപാഠശാല അവതരിപ്പിച്ച ഇടശ്ശേരിയുടെ കൂട്ടുകൃഷി നാടകവും അരങ്ങേറി. മലപ്പുറം പൊന്നാനിയിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് താലൂക്ക് ആശുപത്രിയിൽ ഭക്ഷണ വിതരണം നടത്തി. സ്നേഹവിരുന്ന് നടത്തിയത് വോയിസ് ഓഫ് പൊന്നാനി വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ. നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പാടൂർ ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബിദിനാഘോഷം സംഘടിപ്പിച്ചു. മഹല്ല് ഖത്തീബ് അബ്ദുറഹ്മാൻ അൽ ഖാസിമി നേതൃത്വം നൽകി. ശേഷം മദ്രസ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ദഫ്മുട്ടും അറബനമുട്ടും അരങ്ങേറി. പ്രവാചക സ്മരണയിൽ നാടെങ്ങും നബിദിന ഘോഷയാത്ര. കൊല്ലം പോരുവഴി കൊച്ചുതെരുവ് മക്ക മസ്ജിദിലും വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. ഘോഷയാത്ര സംഘടിപ്പിച്ചത് ദഫ്മുട്ടിന്റെയും പ്രവാചക പ്രകീർത്തനങ്ങളുടെയും അകമ്പടിയോടെ.